കാണിക്കാൻ പാടില്ലെന്ന് അറിയാൻ മേലടാ. എഴുന്നേൽക്കടാ. മനസ്സിലായില്ലടാ എന്റെ ആശാൻ ആരാണെന്ന്. നിന്റെ ആശാനാണെന്ന് മനസ്സിലായി, പക്ഷേ തല്ലിയതിനെ മനസ്സിലായില്ല. മനസ്സിലാക്കി തരാവടാ. സൂപ്പർ ഐഡിയാണല്ലോ. സൂപ്പർ ഐഡിയാണ്. എന്നും ഇവിടെ ഇടി തന്നെയാണ്. ഇത് കാണാൻ എന്റെ പരിപാടി. അയ്യോ ഇടങ്ങേറാക്കി പുള്ളിനെ. എന്തിനാണ് അതിനെ തല്ലിയത്? ഒന്ന് പറഞ്ഞിട്ട് പോടാ. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒരുത്തനെ മരുന്നടിക്കാൻ സമ്മതിക്കലടാ. വാടാ. സത്യത്തി ഇവനെ പോലെ മയക്കുമരുന്ന് അടിക്കുന്നവന്മാരുണ്ടല്ലോ, അടിക്കുകയല്ല കൊല്ലണം. ആര് മയക്കുമരുന്ന് അടിച്ചെന്ന്? ഇപ്പൊ അവൻ എടാ നേരെ ഒരു സ്ട്രോങ് ആയിട്ട് ഒരു കട്ടൻ ചായ കുടിക്കലാത്തവനാ മയക്കുമരുന്ന് ഉണ്ടാക്കാൻ പോണു. പിന്നെ അവനെ തല്ലിയനത്തിനാ? എടാ അവൻ കൊതുകിന് മരുന്നടിച്ചിട്ടാന്ന്. അതൊരു നല്ല കാര്യല്ലേ? എന്ത്? കൊതുകിനൊക്കെ മരുന്നടിക്കുമ്പോ അവരുടെ അസുഖം മാറുമല്ലോ. ശരിക്കും അവനെ അല്ല തല്ലണ്ടത്, നിന്നെ ഒരെണ്ണം തന്നാണ്ടല്ല. അത് ഞാൻ മരുന്നടിച്ചില്ലല്ലോ. ഓ നീ മരുന്നടിച്ച കാര്യമല്ലോ. പിന്നെ പറ. എടാ പണ്ട് അതായത് പണ്ട് പണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് നാളുകൾക്ക് മുമ്പ്. എന്ന് വെച്ചാൽ എത്ര നാൾ മുമ്പ്? ഒരു 6 മാസം മുമ്പ് ഇവിടെ ഒരുത്തൻ കൊതുകിന് മരുന്നടിക്കാൻ വന്ന്. അവന്റെ കൂടെ ഇവന്റെ പെണ്ണുമ്പിള്ള ഒളിച്ചോടിപ്പോയി. അമ്പടി. അന്ന് തൊട്ട് ഇവിടെ ആര് കൊതുകിന് മരുന്നടിക്കാൻ വന്നോ അവനെ ഇവൻ കേറി അടിക്കും. ഇവൻ അടിക്കുന്നു, ഞാൻ അടി കാണുന്നു. ഇത് തന്നെ പരിപാടി. എന്റെ പരിപാടി ഇത് തന്നെ. ഇവൻ അടിക്കുന്നു, ഞാൻ കാണും. സത്യത്തിൽ ഇവിടെ എന്ത് കൊതുകാണ് ചേട്ടാ. ഒരു രക്ഷയില്ലല്ലേ. എന്ത് ചെയ്യാനാന്നേ, കൊതുകിന് മരുന്നടിക്കാൻ വന്നവല്ലേ അവൻ അടിക്കണത്. പിന്നെ ഈ കൊതുകന്തി ഇപ്പൊ നമ്മൾ പുറത്തിറങ്ങി നടക്കണമെങ്കിൽ തിരിയില്ലാണ്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ചേട്ടനൊന്ന് നിന്നേ. എന്താ? ഒന്ന് നോക്കിക്കേ. എന്താടാ? അനങ്ങല്ലേ. എന്തിനാണ് എന്നെ തല്ലിയത്? ദേ ചേട്ടാ, കൊതുക് വലിയ കൊതുക്. ആഗമനോദ്ദേശം മുഴിഞ്ഞാലും എന്നാന്ന് വന്ന കാര്യം പറയാൻ. നല്ലൊരു ജോലി വേണം. തരപ്പെടുത്താലോ? എത്ര പേര് പഠിച്ചിട്ടുണ്ട്? 10 അല്ല 8. ദിവ്യജ്ഞാനിയാണ്. ഗുരുമുഖത്ത് നോക്കി അസഭ്യം വിളമ്പാൻ നിൽക്കണ്ട. സോറി, മാപ്പാക്കണം. എത്രയും പെട്ടെന്ന് ഒരു ജോലി തരപ്പെടുത്തണം. തരപ്പെടും. ദക്ഷിണ വെച്ചോളൂ. ആയിക്കോട്ടെ. എണ്ണാൻ നിൽക്കണ്ട, മുഴുവൻ വെച്ചോളൂ. ബാക്കി പിന്നെ പറയാം. ഓ സ്വാമി, ഈ പൂജയ്ക്ക് പുതിയ മന്ത്രങ്ങൾ തന്നെ ആയിക്കോട്ടെ. ആവാലോ, ചൊല്ലിക്കോളൂ. ഞാനോ? പിന്നെ ഞാനോ? മോഞ്ചി ഗുണ്ടാപ്പണിക്ക് പോയാ മതിയായിരുന്നു. കരിങ്കാളിയല്ലേ കൊടുങ്കല്ലൂർ വാഴമിണ്ടാൾ ഇവിടെ വാളെടുത്ത് ചുടുതാരിക പൊയ്കീരാട് കുടികട്ടിയ ബാണന്റെ പാട്ടിൽ നീ ഉറങ്ങും. ഇത് സിനിമാ പാട്ടല്ലേ? വിട്ടിത്തം പുലമ്പാതെ. ആൽബം പുതിയ മന്ത്ര. സംഗതി വൈറലായി പോയതാണ്. ഇതിന് ഫലം കിട്ടുവോ? ഫലം കിട്ടുവോന്നോ സ്വാമി? കാണിച്ചേ. സ്വാമി പറഞ്ഞോ. ജോലിയോ? ഒരു മിനിറ്റ് നോക്കട്ടെ.
ആ ഒരു 35 ഡോക്ടർ ഒഴിവുണ്ട്. അത് ഏതെങ്കിലും മതിയെന്ന് ചോദിച്ചേ. ഡോക്ടറായാ മതിയോ? അയ്യോ വേണ്ട, എനിക്ക് ഇഞ്ചക്ഷൻ പേടിയാ. ഡോക്ടർ വേണ്ട. എന്നാ ഒരു 3 സുപ്രീം കോടതി ജഡ്ജിയുടെ ഒഴിവുണ്ട്. ജഡ്ജി? ആ അത് കലക്കും. അയ്യോ ജഡ്ജി വേണ്ട, കോടതിയിൽ കയറുമ്പോൾ എനിക്ക് മുള്ളാൻ മുട്ടും. അവന്റെ ഒരു മൂത്രം വേണ്ടെന്ന്. അയ്യോ. മൂത്രപ്രശ്നം. ജഡ്ജി വേണ്ട. പ്രധാനമന്ത്രിയുടെ ഒഴിവുണ്ടോ? ഏയ് പ്രശ്നവശാൽ ഉടനെ ഒന്നും പ്രതീക്ഷിക്കണ്ട. കഷ്ടായിപ്പോയി. ആ പിന്നൊരു ഒഴിവുണ്ട്. ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റിംഗ് ജനറൽ കം സൂപ്പർവൈസറുടെ ഒരു ഒഴിവുണ്ട്. അത് മതി ഒന്ന് ചോദിച്ചേ. അത് വേണ്ട. അത് ശരിയായില്ല. അതെന്താ? അത് ഞാൻ എങ്ങനെ അവനോട് പറയും? എന്നാ പിന്നെ ലൗഡ് സ്പീക്കർ ഇട്. ഓക്കെ. സ്വാമി രക്ഷപ്പെട്ടു. ആ പിന്നൊരു ഒഴിവുണ്ട്. ചൊവ്വയിലേക്ക് പോകുന്ന നാസയുടെ റഡാറിന്റെ സെൻട്രൽ ആക്സിസിന്റെ ബാറ്ററി ഷെൽ വീക്ക് ആവുമ്പോ അതിൽ എണ്ണ ഒഴിക്കുന്ന ആളുടെ ഒഴിവുണ്ട്. അത് മതിയോന്ന് ചോദിച്ചേ. ആ അത് മതി. മതി. എണ്ണ ഒഴിക്കാനല്ലേ? അതെ. ഞാൻ റെഡി. അങ്ങനെയാണെങ്കിൽ അടുത്ത ആഴ്ച തന്നെ റെഡിയാക്കിയേക്കാം. ഓക്കെ. എന്ത് ചെയ്യാനാ? നേതാവ് ഈ പിൻവാതിലിനെതിരെ ഭയങ്കര അന്വേഷണം നടക്കുന്നുണ്ട്. അത് ശരിയാ, പുതിയ സ്ക്വാഡ് ഇറങ്ങിയിട്ടുണ്ടെന്നാണ് അറിവ്. എടാ ഈ സ്കോഡിന് കൊടുത്താരാണെന്ന് നിനക്കറിയാവോ? ആരാ? ഈ ഞാൻ തന്നെ. ആഹാ, ഇല്ലേ, നേതാവ് നിയമിച്ച സ്ക്വാഡാണെന്ന് തോന്നുന്നു. നേതാവിനെ പറ്റി അന്വേഷിക്കാൻ ഇങ്ങോട്ട് വരുന്നു. എവിടെ? ആ നേരാണല്ലോ. സ്റ്റാറും ബാഡ്ജും ഒക്കെ തിരിച്ചു കുത്തിയാണ് വരുന്നത്. അതെ. അപ്പൊ നേതാവ് നിയമിച്ചത് തന്നെ. എടാ ഇത് ഞാൻ നിയമിച്ച സ്കോഡല്ല, പിന്നെ ഒറിജിനൽ ആണെന്നാ തോന്നുന്നത്. പാട്ട് തിരിച്ചു കുത്തിയേക്കണ എന്തിനാന്ന് മനസ്സിലാണില്ല. എടാ ഈ പോലീസുകാരൊന്ന് നാണപ്പരാരണം ചോദിച്ചാ ഞാനാണെന്ന് പറയണ്ട. പിന്നെ നീയാണെന്ന് പറഞ്ഞു. അതെന്തിനാ? അതിന്റെ ഗമ നിനക്കിരിക്കട്ടെ. ആ അത് വേണ്ട, ആ ഗമ നേതാവിനെ ഇരിക്കട്ടെ. ഗമയെ പോയി ജയിലിൽ കിടന്നു. ദ്രോഹി. ഇതിലാരാ? കൂടെ നടന്ന് പറ്റിച്ച് തിന്നിട്ട് ഒരാപത്ത് വന്നപ്പോ ഒരുത്തനുമില്ല. ഞാനാണ് സാർ. രണ്ട് ചായ, ഒരു സ്ട്രോങ്, ഒരു മീഡിയം. നേതാവ് അടിക്കുമോ ചായ? ഏ? ഉം, ഉം, ഉം. ഇതെന്താ സാറേ ഇവന്മാര് കഥകളി കളിക്കണേ? അയ്യോ സാർ, ഉം? ഇത് ചായക്കടയല്ല, പിന്നെ പാർട്ടി ഓഫീസാണ്. അയ്യോ, കൊടി കണ്ടില്ലേ? സോറി, ശ്ശേ, സ്ഥലം മാറിപ്പോയി. ഞങ്ങൾക്കും മോശമായി തോന്നി. പോയി. അല്ലേ സാറേ? ആ, ഇതിനടുത്തൊരു സ്വാമി ഉണ്ടല്ലോ, ചേലപ്പാട്ടെ. ഉണ്ടല്ലോ. അങ്ങോട്ടുള്ള വഴി ഏതാ? അത് പിന്നെ ആ നമ്മുടെ ചേലപ്പാട്ടെ സ്വാമി. ഇവിടുന്ന് നേരെ പോയി ആ കാട് കഴിയുമ്പോ പാടത്തിന് നടുക്കുള്ള വീടാ. ഓ, വളരെ ഉപകാരം. ആ സാറേ, അത്ര ദൂരം പോകുന്നല്ലേ? ദാ, ഇതുകൂടി ഇരിക്ക്. കൊതുക് തിരിയാ. വളരെ ഉപകാരം. അപ്പൊ ശരി. ആ ശരി സാറേ. എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, നിനക്കെന്നെ ഭ്രാന്താണോ? അതെ, എനിക്ക് ഭ്രാന്താണ്. ആ ഭ്രാന്ത് ഞാൻ ഇനിയും തുടരും. അങ്ങനെ വേണം ചേട്ടാ. എടാ അവള് പോയെങ്കിൽ പോട്ട്, നീ വേറെ കെട്ടണം. എന്താ നാട്ടിൽ വേറെ പെണ്ണില്ലേ? എനിക്ക് പറ്റിയത് പറ്റി, ഇനി വേറൊരാൾക്കും അങ്ങനെ പറ്റരുത്. നിനക്ക് എന്നാ പറ്റിയ? എനിക്കിപ്പോ പറ്റിയില്ലേ, അതുപോലെ ആർക്കും പറ്റരുത്. എന്റെ ദൈവമേ, ഈ പൊട്ടനെ ഞാൻ എന്താ പറഞ്ഞ മനസ്സിലാക്കുന്നത്? എടാ നീ ആ പാർട്ടിക്കാരനെ സുഗുനെ എടുത്തിട്ട് അടിച്ചില്ലേ, അതാകെ പ്രശ്നമായിരിക്കുക. ഇവിടെ മരുന്നടിക്കാൻ ഏതവൻ വന്നാലും അവനെ ഞാൻ എടുത്തിട്ടടിക്കും. എടാ ഇവിടെ ആൾക്കാർ കൊതുകടിയുണ്ട്, അസുഖം പിടിച്ച് ചത്തുകൊണ്ടിരിക്കുക. അതൊന്നും എനിക്ക് പ്രശ്നമല്ല. ഓഹോ, ഇവനോടൊരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. എടാ സുഖവും നേതാവും നാണപ്പനും നിന്നെ എവിടെ വെച്ച് കണ്ടാലും കൈകാര്യം ചെയ്യാതിരിക്കുക. നീ ഇവിടെ നിന്ന് തൽക്കാലം ഒന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത്. ഇതെനിക്ക് രഹസ്യമായി കിട്ടിയ അറിവാ. നിന്നോട് രഹസ്യമായിട്ട് പറഞ്ഞവന്മാരോട് പറഞ്ഞേക്ക്, അവരെ ഞാൻ പരസ്യമായിട്ട് അടിക്കുന്നു. ഇവനെന്താ ആമവാദം പിടിച്ചു? ആമോദം എനിക്കല്ല, നിനക്ക. ഇവനെ തളയ്ക്കണം, തളച്ചേ. അയ്യോ, എണീക്കണ്ട, ഇരുന്നോ. ഓ എന്താ സാറന്മാർ വന്നത്?
നിങ്ങളിവിടെ കാണിച്ചു വെച്ചിരിക്കുന്ന പല പരിപാടികളും മണത്തറിഞ്ഞിട്ടാണ് സാറ് വന്നിരിക്കുന്നത്. സ്വാമി പണി പാളിന്നാ തോന്നണത്. പാളിയടാ പാളി. നീയൊക്കെ ഇവിടെ നടത്തുന്ന നരയുടെ പരിപാടി മൊത്തം ഞങ്ങൾ അറിഞ്ഞു. അതെ. സ്വാമി നര ഡൈ ചെയ്യണമെന്ന് അവർ അറിഞ്ഞത്. ചീ നിർത്തടാ. ആ നരയല്ല, നരബലി. നരബലി ഇവിടെ ഇല്ലേ? നരബലി ഇല്ല, ബാഹുബലി ഉണ്ട്. CD. ബാഹുബലി അല്ലേ? അതെ നിനക്കൊക്കെ കോഴിയുടെ പരിപാടി ഉണ്ടെന്ന് കേട്ടല്ലോടാ. സാറേ, അതൊക്കെ പണ്ട്, ഇപ്പൊ ആവതില്ല. അതല്ലടാ, കോഴിബലി. സാറേ, ഇവിടുത്തെ ചിക്കൻ സ്റ്റാളിൽ നടത്തി കിട്ടുന്ന കോഴിയുടെ ചോര കൊണ്ടാണല്ലോ ബലി നടത്തുന്നത്. അതാവുമ്പോ ഫലവും കൂടുതൽ കിട്ടും. അതെങ്ങനെ? അത് നിയമാനുസൃതമായ ബലിയാണല്ലോ സാർ. കോൺസ്റ്റബിൾ. യെസ് സാർ. എന്താ സാർ, ചിക്കൻ വേണോ? ചിക്കനൊന്നും തൽക്കാലം വേണ്ട. നമുക്ക് ഇവരെ പറ്റി വിശദമായ ഒരു അന്വേഷണം നടത്താം. വേണം സാർ. ഇവന്മാരെ പറ്റി വിശദമായൊരു അന്വേഷണം തന്നെ വേണ്ടി വരും. പശുവിന് കാട് തിളപ്പിക്കാൻ വെച്ച വിറകെടുത്ത് അയാളുടെ ഒടുക്കത്തെ ഒരു രോമം കൊണ്ടോ ഇയാളെ ഇന്ന് ഞാൻ ശരിയാക്കും. അയ്യോ പോലീസ്. സ്വാമിയുടെ മോളാണോ? അല്ല, ഭാര്യയാ. സ്വാമി സ്വാമി സുഖു, നിന്നെ തല്ലിയവരെ നമ്മൾ വെറുതെ വിളിയല്ല. ചോരക്ക് വരാൻ ചോര. നേതാവേ, എന്നെ തടയരുത്. അവനെ ഞാൻ അടിക്കും. അവനെ വെറുതെ വിടാൻ പറ്റില്ല. ഈ നാടിനൊരു ശാപമോക്ഷം ഞാൻ ഉണ്ടാക്കും. നേതാവേ, അവനെന്നെ പട്ടിയെ തല്ലതോ തല്ലിയതാ. അവനെ ഞാൻ ഒറ്റയ്ക്കടിക്കും. പക്ഷെ കൊല്ലരുത്. നേതാവ് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ അവനെ കൊല്ലില്ല. നേതാവേ, അവന്റെ വരുന്നത് എനിക്ക് വേണം. ശരി, എടുത്തോ. അവനെ ഇന്ന് തന്നെ ശരിയാക്കണം. അതെ നേതാവ്. എല്ലാം സൂക്ഷിച്ചു വേണം. കാഞ്ചം പൂച്ചം അടിച്ചേക്കരുത്. ഒന്നിനും ഒരു തേ. എന്താടാ വാനരന്മാരെല്ലാം കൂടി? ഒന്നുമില്ല, ചുമ്മാ. നേതാവേ, ഇവന്മാര് പാലത്തെ ഇരിക്കാണല്ലോ. നമ്മളിനി എങ്ങനെ മുന്നോട്ട് പോകും? അടി പിന്നെയാക്കിയല്ല. എടാ കൊതുക് ഭ്രാന്താ, നീ എന്റെ പാർട്ടിക്കാരെ തല്ലിയല്ലേ? കൊതുകിന് മരുന്നടിക്കാൻ നീയല്ല, ആര് വന്നാലും ആശാനടിക്കും. അത് ഞങ്ങളുടെ രീതിയാണ് അല്ലേ ആശാനെ? പിന്നാളാണ്ട് ഞങ്ങളുടെ നേതാവിനെ നീ എന്നാ ഞങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി കൊല്ലും കൊലയും നടത്തുന്ന നേതാവാണിത്, അറിയാവാ? കൊല്ലില്ല, ഇപ്പൊ കൊല മാത്രമേ ഉള്ളൂ. കളിയാക്കുന്നോടാ, അടിക്കടാവനെ. നീ അടിക്ക്. നീ അടിക്ക്. ഞാൻ പിന്നെ അടിക്കും. ആരെങ്കിലും ഒന്ന് അടിക്കടാ. നിനക്കൊക്കെ അടിക്കാൻ പേടിയാണ്, ഞാൻ അടിക്കാവടാ. ഇവിടെ വേണേട്ടോ? ഇവിടെയോ? ഇവിടെ മർമ്മത്ത ആണോ? പേടിക്കാനൊന്നുമില്ല. പിന്നെ ഇതുപോലെ വേറെ പണ്ടെന്റെ അമ്മാവന് കിട്ടിയതാ. എന്നിട്ട് ഒരാഴ്ച തയ്ച്ചില്ല, പോയി കിട്ടി. വേദനയോ? അല്ല, അമ്മാവൻ പോയെന്ന്. ഇതങ്ങനെ പോവെന്നല്ല, വൈദ്യശാലയിൽ പോകാതെ തീരില്ല. അവന് മാപ്പില്ല. അവൻ
തീർക്കണം നേതാവേ, തീർക്കണം. എന്നാലും ഇന്നലെ നേതാവ് ഓടിയത് നമുക്കൊരു ക്ഷീണമായി പോയി. അതെ അതെ. വെടി അതൊരു ഓട്ടമല്ല, തന്ത്രപരമായ ഒരു പിന്മാറ്റം. ഞാൻ ഓടാതെ തിരിഞ്ഞവൻ ആക്രമിച്ചാൽ നമ്മുടെ പാർട്ടിയുടെ പ്രതിച്ഛായ എന്താവും? അത് ശരിയാ കേട്ടോ, അത് ഞാൻ ഓർത്തില്ല. പതുക്കെ അവന്റെ കാര്യം തീരുമാനമായി. അപ്പോ നാളെ തന്നെ തീർത്താലോ? നാളെ പറ്റുമെന്ന് തോന്നുന്നില്ല. അതെന്താ? ഒന്ന് വൈദ്യശാല വരെ പോകും. അതെന്തിനാ? അമ്മാവനെ മറക്കാൻ പാടില്ലല്ലോ. ആരുടെ? ദേ ഈ തിരുമുന്നവന്റെ. ആ പെണ്ണ് ഇറങ്ങിപ്പോയതാ ഈ പ്രശ്നത്തിനെല്ലാം കാരണം. ഏത് പെണ്ണ്? ആരുടെ കൂടെ? പഞ്ചായത്തിൽ കൊതുകിന് മരുന്നടിക്കാൻ വന്ന ഒരുത്തന്റെ കൂടെ അവൾ ഇറങ്ങിപ്പോയില്ലേ? ഓ, അപ്പൊ അതാണ് കാര്യം. ഇവിടെ കൊതുകിന് പോയിട്ട് പറമ്പിൽ കീടനാശിനി അടിക്കാൻ വരുന്നതിനെ പോലും അവൻ ഓടിച്ചിട്ട് അടിച്ചോണ്ടിരിക്കുക. ഈ രീതിയിൽ അവനെ മുന്നോട്ട് വിട്ട സർക്കാർ വസതി താമസാക്കേണ്ടി വരും. അതേത് വസതി? സെൻട്രൽ ജയില്. നിങ്ങൾ വലിയ കൂട്ടുകാരല്ലേ, എന്നിട്ട് നിങ്ങൾ എന്താ ഒന്നും ചെയ്യാത്തത്? ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഏതവൻ മരുന്നടിക്കാൻ വന്നാലും ഇതാണ് അവസ്ഥ. ഏതവൻ വന്നാലല്ലേ കുഴപ്പമുള്ളൂ. പിന്നെ പരിഹാരമുണ്ട്. അണ്ണാ 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 എന്താടാ? അണ്ണാ അവിടെ ഒരു ഗുണ്ട വന്ന് മരുന്നടിക്കണെന്ന്. നീ കണ്ട? ഞാൻ കണ്ടില്ല, പക്ഷെ ഞാൻ കേട്ട്. അണ്ണൻ ഇവിടെ ഉള്ളപ്പോ വേറെ ആരാ മരുന്നടിക്കണത്? എന്നാ വാടാ, അവനെ കണ്ടിട്ട് തന്നെ കാര്യം. അണ്ണൻ ഇവിടെ ഉള്ളപ്പോ വേറൊരു ഗുണ്ടയോ? അണ്ണാ കറുത്ത പാന്റും വെള്ള ഷർട്ടും നിൽക്കണ കണ്ടാ? ദാ. എന്താ ചേട്ടാ? ഒന്നുമില്ല. ഇവിടെ കൊതുകിന് മരുന്നടിക്കുന്നോണ്ട് എന്തേലും പ്രശ്നമുണ്ടോ ചേട്ടാ? ഏയ്, എന്നാ പ്രശ്നം? അണ്ണാ ഇവിടെ കൊതുകിന് മരുന്നടിക്കുന്ന കണ്ടാൽ ആരോ പ്രശ്നം ഉണ്ടാക്കുമെന്ന് കേട്ടു. സത്യമാണ് ചേട്ടാ? ആര് പ്രശ്നം ഉണ്ടാക്കാൻ? നീ പ്രശ്നം ഉണ്ടാക്കോടാ. ഞാൻ പ്രശ്നം ഉണ്ടാക്കുന്നു, അണ്ണല്ലേ പ്രശ്നം ഉണ്ടാക്കണത്. മിണ്ടരുത്. ആരും പ്രശ്നം ഉണ്ടാക്കില്ല. ഉറപ്പാണോ ചേട്ടാ? ഉറപ്പ്. ധൈര്യമായിട്ട് അടിച്ചോ. ഏട്ടനുണ്ട് കൂടെ. ഏട്ടാ ഓടാ. ഒരടി കണ്ടിട്ട് എത്ര നാളായെന്ന് ഓർക്കണം. അടി നടക്കുമെന്ന് തോന്നണില്ല. ചിലപ്പോ നടക്കുമായിരിക്കും. നമുക്കെന്ത് കാര്യം? അല്ല. അപ്പൊ ഇതായിരുന്നു അവന്റെ പ്രശ്നം അല്ലേ? അല്ല, ഇത് മാഷിനെങ്ങനെ മനസ്സിലായി? എന്റെ അളിയ, ഈ ആനയ്ക്ക് മതം പൊട്ടുന്ന എപ്പോഴാ തരത്തില്ല. ഓ, അങ്ങനെ. കണ്ടാ, രണ്ടും കൂടി തകർക്കിയ അവിടെ. ഇതാരാ വരുന്നേ? സാറിതെങ്ങോട്ടാ? ഇന്നൊരു സ്പെഷ്യൽ പൂജയുണ്ട്. ആർക്കു വേണ്ടി? എനിക്ക് വേണ്ടി. അപ്പൊ കേസ് അന്വേഷണമൊക്കെ? അതെല്ലാം സ്വാമി തീരുമാനിക്കും. സ്വാമിയെ രക്ഷിക്കണേ. അല്ല മാഷേ, നിങ്ങളുടെ സഹോദരനായ നേതാവ് നാണപ്പന്റെ കാര്യം എന്തായി? പുള്ളി നല്ലത് കിട്ടിയപ്പോ നന്നായി. ഇപ്പൊ ആയുർവേദ ചികിത്സല. ആണോ? അല്ല, ഇവർക്കൊക്കെ ഇത് എന്നാ പറ്റിയത്? എന്നാ പറയാനേ, ഒന്നും അറിയില്ല. അതെന്താ ഒന്നും അറിയാത്തെ? ഉത്തരമില്ലാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട് സഹോ. അതേതാണ് ഉത്തരമില്ലാത്ത ചോദ്യം? അതറിയണമല്ലോ.